ഇനിയും 13ാമത്തെ ദണ്ഡകം. വികസിത നവ കിംശുക ആദാമ്ര. വികസിത നവ കിംശുക ആദാമ്ര ദിവ്യ അംശുക ഛന്ന. ദിവ്യാംശുക ഛന്ന ചാരു ഊരുശോഭ. ചാരൂരുശോഭ പരാഭൂത സിന്ദൂര ശോണായമാന ഇന്ദ്ര മാതംഗ ഹസ്താർഗളെ. സിന്ദൂര ശോണായമാനേന്ദ്ര മാതംഗ ഹസ്താർഗളെ. അവിടെ ശോണായമാന ഇന്ദ്രമാതംഗ ഹസ്തം, അതാണ് ചേർത്ത് പറയുമ്പോൾ ശോണായമാനേന്ദ്ര മാതംഗ ഹസ്ത അർഗളെ. വൈഭവ അനർഗളെ ശ്യാമളെ. അടുത്ത വരിയില് കോമള സ്നിഗ്ധ നീല ഉൽപ്പല ഉൽപാദിത അനംഗ തൂണീര ശങ്കാകര ഉദാര ജംഘാലതേ ചാരു ലീലാഗതേ. കോമള സ്നിഗ്ധ നീലോൽപല ഉൽപാദിത അനംഗതൂണീര ശങ്കാകര ഉദാര ജംഘാലതേ ചാരു ലീലാഗതേ. അർത്ഥം നോക്കാം. വികസിത നവകിംശുകം. കിംശുകം പ്ലാശിൻ പൂവ്. നവ വികസിത കിംശുകം ഇപ്പോൾ വിരിഞ്ഞ പ്ലാശിൻ പൂവ്. ആദാമ്രം ആ പ്ലാശിൻ പൂവിന്റെ ചുവപ്പ് നിറമുള്ള. ദിവ്യ അംശുക ഛന്നം ദിവ്യമായ വസ്ത്രത്താൽ ഛന്നം ചെയ്തിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തേ? ചാരു ഊരുശോഭ. ഊരു എന്ന് പറഞ്ഞാല് തുടകള്. ചാരു മനോഹരമായ തുടകളുടെ ആ ശോഭ ഇപ്പോൾ വിരിഞ്ഞ പ്ലാശിൻ പൂവിന്റെ നിറമുള്ള ദിവ്യമായ വസ്ത്രത്താൽ മറക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് സിന്ദൂര ശോണായമാനം. സിന്ദൂരത്തിന്റെ ചുവപ്പ് നിറം പോലെ അതുകൊണ്ട് തോന്നുന്നു. കാരണം ചുവപ്പ് നിറമാണ് ആ വസ്ത്രത്തിന്. ആ ശോഭ മറയ്ക്കപ്പെട്ട് സിന്ദൂരത്തിന്റെ ചുവപ്പ് നിറം പോലെ തോന്നുന്നു. തുടർന്ന് പറയുകയാണ് ഇന്ദ്രമാതംഗം. ഇന്ദ്രൻ ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. അതിനെയാണ് ഇന്ദ്രമാതംഗം എന്ന് പറയുന്നത്. ഇന്ദ്രമാതംഗ ഹസ്ത അർഗളം. ഹസ്തം എന്ന് പറഞ്ഞാൽ തുമ്പിക്കയ്യ്. അപ്പം ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിന്റെ തുമ്പിക്കയ്യ്. അർഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിശ്ചലമായി നിൽക്കുന്നതായ അവസ്ഥ. സാക്ഷ എന്നൊക്കെയാണ് അതിന്റെ പേര് വരുന്നത്. ഇവിടെ നിശ്ചലമായി നിൽക്കുന്ന ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിന്റെ വടിവ് അതിനെ പരാഭൂതം ചെയ്ത് നിഷ്പ്രഭമാക്കുന്നു. എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതം ആ ഐരാവതത്തിന്റെ തുമ്പിക്കൈയെ നിശ്ചലമായി നിൽക്കുന്നു. അപ്പോഴുള്ള ആ വടിവ് അതിനേക്കാൾ രൂപഭംഗിയുണ്ട് അമ്മയുടെ തുടകൾക്ക്. പക്ഷെ ആ തുടകള് ചുവന്ന പട്ടുവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ഭാഗം കുങ്കുമച്ചാർ അണിഞ്ഞിരിക്കുന്നതാണോ എന്നതുപോലെ ചുവപ്പ് നിറത്തിൽ തോന്നുന്നു എന്ന് സാരം. തുടർന്ന് പറയുകയാണ് വൈഭവ അനർഗളെ സദാ ഐശ്വര്യ പൂർണയായവളെ ശ്യാമളെ. ഹേ ശ്യാമളാദേവി ജയിച്ചാലും. അപ്പോൾ പ്ലാശിൻ പൂവിന്റെ നിറമുള്ള ചുവപ്പ് വസ്ത്രത്താൽ മറയ്ക്കപ്പെട്ടതുകൊണ്ട് കുങ്കുമലേപനം ചെയ്തതുപോലെ ശോഭിക്കുന്നവയും ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിന്റെ നിശ്ചലമായ തുമ്പിക്കൈയുടെ വടിവിനെ ജയിക്കുന്നതുമായ മനോഹരമായ തുടയിണകളോടുകൂടിയവളെ സദാ ഐശ്വര്യപൂർണേ ശ്യാമളാദേവി ജയിച്ചാലും. ഇനിയും അമ്മയുടെ കണങ്കാലുകളെ കുറിച്ച് പറയുകയാണ്. തുടകളെ കഴിഞ്ഞു, ഇനിയും കണങ്കാലിലേക്ക് വരികയാണ്. അതെങ്ങനെയാ? കോമള സ്നിഗ്ധ നീല ഉൽപ്പല ഉൽപാദിത അനംഗതൂണീര ശങ്കാകര ഉദാര ജംഘാലതേ ചാരു ലീലാഗതേ. കോമളവും സ്നിഗ്ധവുമായ മൃദുവും മിനുമിനുപ്പുള്ളതുമായ നീലോൽപ്പല ഉത്പാദിതം കരിങ്കൂവളപ്പൂക്കളാൽ നിർമ്മിച്ച അനംഗതൂണീര ശങ്കാകരം. അനങ്കൻ കാമദേവൻ, ആ കാമദേവന്റെ ആവനാഴിയാണെന്ന് ശങ്കാകരം ശങ്കയുണ്ടാക്കുന്നതായ ഉദാര ജംഘാലതേ മനോഹരവും ലത പോലെയുള്ളതുമായ
കണങ്കാലുകളോട് കൂടിയവളെ. ചാരു ലീലാഗതേ, മനോഹരമായ ലീലകൾ ആടുന്നവളെ ശ്യാമളാദേവി ജയിച്ചാൽ. അപ്പോൾ മൃദുവും മിനുസമുള്ളതുമായ കരിങ്കൂവളപ്പൂക്കളാൽ നിർമ്മിച്ച കാമദേവന്റെ ആവനായിയോ എന്ന് തോന്നിക്കുന്ന കണങ്കാലുകളോടുകൂടിയവളെ, മനോഹര ലീലയാടുന്നവളെ, ഹേ ശ്യാമളാദേവി അവിടുന്ന് ജയിച്ചാലും. വികസിത നവകിംശുകാതാമ്ര ദിവ്യാംശു ഗച്ഛന്ന ചാരൂരു ശോഭാപരാഭൂത സിന്ദൂര ശോണായമാനേന്ദ്ര മാതംഗഹസ്താർഗളേ വൈഭവാനർഗളേ ശ്യാമളേ കോമള സ്നിഗ്ധ നീലോൽപലോൽപാദിതോനംഗതൂണീര ശങ്കാകരോദാര ജംഘാലതേ ചാരുലീലാഗതേ. ഹരി ഓം.